أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. നമ്മള് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൻ നബയിലാണ് അല്ലേ? അതിമനോഹരമായ ഒരു അധ്യായമാണത്. ഇസ്ലാമിന്റെ സകല വ്യവസ്ഥകളും തിരിച്ചറിയാൻ ഒരാൾക്ക് ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് റസൂല് പറയുമാറ് ആഴവും പരപ്പുമുള്ള ഒരു സൂറത്തിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. 2 ആയത്തുകളായിരുന്നു പഠിച്ചത്. അലം നജ്അലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ. ഭൂമിയെ നിങ്ങൾക്ക് തൊട്ടിലായും അതിലെ പർവ്വതങ്ങളെ നിങ്ങൾക്കതിൽ അടിച്ചാണികളായും നിങ്ങൾക്ക് കണ്ടെത്താം എന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠനം പൂർത്തീകരിച്ചത്. ഇന്ന് നമുക്ക് ഒരായത്തെങ്കിലും പഠിച്ചു തീർക്കണം. കാരണം അതിലെ ആയത്തുകൾ അങ്ങനെയാണ് കിടക്കുന്നത്. അടുത്ത ആയത്ത് വഖലഖനാകും അസ്വാജാ, ഇങ്ങനെയാ പറഞ്ഞ അല്ലേ? വഖലഖനാകും, നിങ്ങളെ ഞാൻ പടച്ചു വെച്ചിട്ടുള്ളത് അസ്വാജൻ, ഇൻ പെയർസ്, ക്രിയേഷൻ ഇൻ പെയർസ്. നിങ്ങളുടെ സൃഷ്ടി നിർമ്മാണം ഒരു പെയറിംഗ്, കപ്ലിംഗ് അവസ്ഥയിലാണുള്ളത് എന്നാണ് പറയുന്നത്. ഇത് വെറുതെ കേൾക്കുമ്പോ അതിലിപ്പോ എന്തിരിക്കുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. അള്ളാഹുവിന്റെ നിർമ്മാണ പെയറിംഗിലാണ് നമ്മോട് പറയുമ്പോ എന്താണ് അത് നമ്മളിൽ നിന്ന് അതിൽ മനസ്സിലാക്കേണ്ടത് എന്നാണ്. അതിന്റെ ശാസ്ത്രീയമായ വശത്തിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. കാരണം ശാസ്ത്രം പഠിപ്പിക്കലല്ല ഖുർആനിന്റെ ലക്ഷ്യം. ശാസ്ത്രീയമായ തെളിവുകളിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ ക്ഷണിച്ച് ആത്മീയ ശാസ്ത്രം പഠിപ്പിക്കുക എന്നതാണ്. അഥവാ ഖുർആൻ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും വലിയ ശാസ്ത്രം ആത്മീയ ശാസ്ത്രമാണ്, സ്പിരിച്വൽ സയൻസ്. അതാണ് നമുക്കറിയേണ്ടത്. ഇനി സയൻസിലേക്ക് ഒരു സൂചനയുണ്ട്. നമുക്കറിയാം ദ മിസ്റ്ററി ഓഫ് പെയർസ്. പെയറിംഗ് എന്ന ഈ അവസ്ഥ റൺസ് ത്രൂ all his creations. അല്ലാഹുവിന്റെ സകല സൃഷ്ടിപ്പിലും ഈ നിയമമുണ്ട്. ഇൻ ദ അനിമൽ കിങ്ഡം, നമ്മളുടെ കൂട്ടത്തിൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന മൃഗങ്ങളുടെ സൃഷ്ടിപ്പിൽ പെയറിംഗ് ഉണ്ട്. ഇൻ പ്ലാന്റ്സ് കിങ്ഡം, നമ്മുടെ വീട്ടിൽ വളരുന്ന ചെടികളിലും പുല്ലുകളിലും വരെ ഫെമിനിറ്റിയും മസ്കുലിനിറ്റിയും നിലനിൽക്കുന്നു അല്ലേ?
ആണത്വവും പെണ്ണത്വവുമുള്ള ഒരവസ്ഥ ഉണ്ട് എന്നർത്ഥം. മാത്രമല്ല ആൻഡ് ഇൻഅനിമേറ്റ് എൻവയറമെന്റ്, ജീവനില്ലാത്ത വസ്തുവകകളിലും ഇങ്ങനെ ഒരു പെയറിംഗ് ഉണ്ട്, വിത്തുകളിൽ പോലും അല്ലേ. അതിന്റെ കെമിസ്ട്രി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫിസിക്സ് പറയുകയാണെങ്കിൽ even the elementary particles have their counterpart, negatives and positive. നമ്മളൊരു ബാറ്ററി വാങ്ങുകയാണെങ്കിൽ പോലും അതിലൊരു പെയറിംഗ് ഉണ്ട്, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. നമ്മളെ തന്നെ ശ്രദ്ധിച്ചാൽ, നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ ശ്രദ്ധിച്ചാൽ, മനുഷ്യന്റെ ഓർഗൻസ് ദാറ്റ് ഈസ് ഓർഗനൈസ്ഡ് ഇൻ പെയർസ്, കൈകൾ, കാല്, മൂക്ക്, ഇങ്ങനെ തുടങ്ങി എല്ലാം പെയറിംഗിലാണ് ഉള്ളത്. അതിൽ മാത്രമല്ല all phenomenon and the conditions on earth, ഭൂമിയിലെ എല്ലാ അവസ്ഥകളും പ്രതിഭാസങ്ങളും അങ്ങനെയാ. ചൂട് വന്നാൽ തണുപ്പുണ്ടാകും. ജോഗ്രഫി പരിശോധിച്ചാൽ ഒരു കയറ്റമുണ്ടെങ്കിൽ അതിനൊരു ഇറക്കമുണ്ട്. ഇങ്ങനെ തുടങ്ങി മനുഷ്യൻ കണ്ടതും കാണാത്തതും അറിഞ്ഞതും അറിയാത്തതുമായ സകല വ്യവസ്ഥകളിലും അവസ്ഥകളിലും the pairing system, അത് അല്ലാഹു സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു എന്നാണ് അല്ലേ. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മോടാണ് ഇപ്പൊ പറയുന്നത്, വഖലഖനാകും അസ്വാജ, നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇണകളായിട്ടാണ് എന്ന് പറയുമ്പോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സംഗതിയാണ് ഇന്നത്തെ ഈ ഒരു മണിക്കൂറിൽ നമുക്ക് പറഞ്ഞു തീർക്കാനുള്ളത്. മനുഷ്യനിൽ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള ഈ ഇണ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പെയറിംഗ് സിസ്റ്റം ആണ് ഭൂമി ലോകത്തിന്റെ അജിലിറ്റി ആൻഡ് ഡിനമിസം, ചടുലതയും ചലനാത്മകതയും. ഭൂമിയുടെ ചടുലത നിലനിൽക്കുന്നത് ആണും പെണ്ണും എന്ന ചടുലതയിലാണ്. അതിന്റെ ഭംഗി നിൽക്കുന്നത് ഈ ചലനാത്മകതയിലാണ്. ആണും പെണ്ണും എന്നുള്ള ഈ വർഗം ഇല്ലാതിരിക്കുകയും അവർക്കിടയിൽ ഒരുമിക്കണം എന്ന ആകർഷണീയമായ ഒരു ബന്ധം, ഒരു മാഗ്നറ്റിക് പവർ അല്ലാഹു സൃഷ്ടിക്കുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഭൂമിയിലെ ജീവിതം എത്ര വിരസമാകുമായിരുന്നു. ഇന്ന് നാം കാണുന്ന ഭൂമിയുടെ സകല സൗന്ദര്യവും അതിന്റെ സകല നിറവും വർണ്ണവും ഒക്കെ നിലനിൽക്കുന്നത് മനുഷ്യരിലെ ഈ പെയറിങ്ങിലാണ്. അല്ലെന്ന് നോക്കൂ, ആണും പെണ്ണും വ്യത്യാസങ്ങളില്ലാതെ അവർക്ക് പരസ്പരം ആകർഷണീയതയില്ലാത്ത ഒരു ഭൂമിയെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുകയില്ല അല്ലേ. ഇനി ഭൂമിയിലേക്കുള്ള മനുഷ്യരുടെ ഈ പെയറിംഗ് ഉണ്ടല്ലോ, ജോഡിയാവുക എന്ന അവസ്ഥ, ജോഡിയിലാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്, ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ആയത്തിനെ ആ ഡൈമെൻഷനിലാണ് അതിന്റെ പഠനം പൂർത്തീകരിക്കേണ്ടത്. നിങ്ങൾ അറിയുമോ, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹ്യൂമൻ പെയറിംഗ്, ഈ മനുഷ്യരിൽ ആണും പെണ്ണും എന്നുള്ള ഈ പെയറിംഗ്, അത് ഭൂമിയിൽ മനുഷ്യൻ ജീവിച്ചു തുടങ്ങിയപ്പോ ആണും പെണ്ണും വ്യത്യസ്തങ്ങളായ രണ്ട് ഇനങ്ങളാണെന്നും അവർ പരസ്പരം യോജിക്കണമെന്നുമൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ it is not the invention of human intelligence, മനുഷ്യ ബുദ്ധിയുടെ ഒരു കണ്ടെത്തലല്ല അത്, but the law of Allah, അത് അല്ലാഹുവിന്റെ നിയമമാണ്. നമ്മൾ അങ്ങനെ യാദൃശ്ചികമായി കണ്ടെത്തിയ ഒരു പ്രതിഭാസമല്ല ഇത്, മറിച്ച് അല്ലാഹുവിന്റെ ഒരു സ്ഥാപനമാണത്. എന്റെ പറഞ്ഞു, the first blessing that descended from the skies to the earth is the institution of pairing. എന്ന് വെച്ചാൽ ഏഴാം ആകാശത്ത് നിന്ന് ഭൂമി ലോകത്തേക്ക് അല്ലാഹു ഇറക്കി വിട്ട ആദ്യത്തെ സ്ഥാപനം the pairing system ആണ്, the institution of pairing. അഥവാ ആദമും ഹവ്വയും എന്ന ജോഡിയാണ് ഭൂമിയിൽ ഇറങ്ങുന്നത്.
ആദം ഒരുമിച്ചല്ല, ആദം ഒറ്റക്കല്ല, വേറെ എവിടെയോ ഹവ്വയല്ല, മറിച്ച് ആകാശ ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പേരിങ്. അപ്പൊ അതിന്റെ വലുപ്പം സ്വർഗലോകത്തിൽ വെച്ച് തന്നെ പേരിങ് സിസ്റ്റം മനുഷ്യരിൽ അല്ലാഹു നിയമമാക്കി വെക്കുകയും അത് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടപ്പോ ആ സ്ഥാപനത്തോടുകൂടെയാണ് മനുഷ്യൻ ഇറങ്ങുന്നത്. ആദം ആൻഡ് ഹവ്വ arrived on earth with the institution of pairing എന്നതാണ്. ജോഡിയായിട്ടാണ് മനുഷ്യൻ ഇറങ്ങുന്നത്. അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ ഈ പേരിങ് ഇല്ലാത്ത ഒരവസ്ഥ ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇതുണ്ടായേ പറ്റൂ അല്ലേ? ലിവിങ് സിംഗിൾ, അങ്ങനെ ഒരു സംസ്കാരമുണ്ടല്ലോ, ലോകത്തിന്റെ ഒരു പുതിയ സാധനമാണത്. ലിവിങ് സിംഗിൾ ഒരു വലിയ ബ്യൂട്ടിഫുൾ ആയ ലൈഫ് സങ്കല്പമായിട്ടാണ് മനുഷ്യർ അതിനെ കാണുന്നത് അല്ലേ? അപ്പോ ഒറ്റക്ക് ജീവിക്കുക എന്ന അവസ്ഥയോ ആൻഡ് സെലിബസി, ബ്രഹ്മചര്യമോ നോട്ട് അലൗഡ് ഇൻ ഇസ്ലാം. ഇസ്ലാം അംഗീകരിക്കുന്നില്ല. സെലിബസി പാടില്ല, ലിവിങ് സിംഗിൾ പാടില്ല. എന്തുകൊണ്ടാണത്? സന്യാസവും ബ്രഹ്മചര്യവും ആത്മീയ തീവ്രതയാണ്. മതങ്ങളുടെ തെറ്റായ ദർശനമാണ് മനുഷ്യ ശരീരത്തിൽ ദൈവം ഒരുക്കിയിട്ടുള്ള അത്യത്ഭുതകരങ്ങളായ ചില വികാരങ്ങളെ കടിച്ചമർത്തുമ്പോഴാണ് ദൈവിക സാമീപ്യം സാധിക്കുക എന്ന മനുഷ്യന്റെ തെറ്റായ ബോധം. അതിന് എതിരാണ് ഇസ്ലാം, അതിനെതിരെ നിൽക്കുന്നു. പേരിങ് ആയാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഒറ്റക്ക് ജീവിക്കലും സെലിബസയും ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്ന് എന്തിന് ഇന്നാട്ടിൽ ഇപ്പോൾ പറയണം എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും. തിരുവനന്തപുരം ജില്ല ആസ്ഥാനമാക്കി വിവാഹം കഴിക്കാതെ ഒറ്റക്ക് ജീവിക്കാൻ തീരുമാനിച്ച സ്ത്രീകളുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഞാൻ കണ്ടു. അതില് ഒരുപാട് പേർ മുസ്ലിം പെൺമക്കളുണ്ട്. ഗവൺമെന്റ് ജോലിയിൽ എത്തപ്പെട്ടവരാണ് കൂടുതൽ. പക്ഷേ ജീവിതത്തിന് ഡിസ്റ്റർബിംഗ് ആണ് മറ്റൊരിണയുടെ കൂടെ ജീവിക്കുക. സുഖകരമായ അവസ്ഥ ഒരുമിച്ച് ജീവിക്കലാണ്, ഒരുമിച്ച് ജീവിക്കലല്ല, ഒറ്റക്ക് ജീവിക്കലാണ് എന്ന് തീരുമാനിച്ച് അതിന്റെ സൗന്ദര്യം വർണ്ണിക്കുന്ന, പരസ്പരം ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പുകൾ നമ്മുടെ ജില്ലയിൽ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പെൺമക്കൾക്ക് സ്വാതന്ത്ര്യം നൽകണം എന്നൊക്കെ വല്ലാണ്ട് ആഗ്രഹിക്കുന്ന പിതാക്കളാണ് നമ്മളൊക്കെ. പക്ഷെ ഇത്തരം ആദർശത്തിലേക്കൊക്കെ അവർ ഇറങ്ങിപ്പോകുന്നതിനെ നമ്മൾ വല്ലാണ്ട് ജാഗരൂകരായിരിക്കണം. ശരീരപീഡനം, സുഖഭോഗ വിരക്തി, വികാര നിഗ്രഹം എന്നിവ ഇസ്ലാമിന് അന്യമാണ് അല്ലേ? ഇസ്ലാമിന് അന്യമാണത്. ശരീരത്തെ പീഡിപ്പിക്കാൻ പാടില്ല. വളർന്ന് വലുതായി വികസിച്ച് വരുമ്പോ ശരീരത്തിനുണ്ടാകുന്ന ചില സുഖങ്ങളിലേക്ക് അവൻ പോകാതെ അത് കടിച്ചമർത്തുക, വികാരങ്ങളെ നിഗ്രഹിക്കുക എന്നത് ഇസ്ലാമിന് അന്യമാണ്. എന്തുകൊണ്ട് അത് അന്യമാകുന്നു? അത് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ പ്രകൃതിക്കെതിരാണ്. സ്വന്തം ശരീരത്തോടും മനസ്സിനോടും ആത്മാവിനോടുമുള്ള യുദ്ധപ്രഖ്യാപനമാണത്. ഇറ്റ്സ് എ വാർ അഗെയിൻസ്റ്റ്. അത് മനസ്സിനോട്, ശരീരത്തോട്, ആത്മാവിനോട്, ഇതിനെല്ലാം അത് യുദ്ധം ചെയ്യുന്നു എന്നതാണ്. ഇനി അങ്ങനെ ഒരാൾ ജീവിച്ചാൽ എന്താണ് കുഴപ്പമെന്ന ഒരു സാധാരണ കേവല ബുദ്ധി ചോദിച്ചേക്കാം. എന്താണ് അതിന് കുഴപ്പം? ഒരാൾ അങ്ങനെ വിവാഹം കഴിക്കാതെ ഒറ്റക്ക് സിംഗിളായി പേരിങ് സിസ്റ്റം അല്ലാഹു നിശ്ചയിച്ച മനുഷ്യ ജീവിതത്തിന്റെ നിർണായകമായ ഒരവസ്ഥയെ അംഗീകരിക്കാതെ അങ്ങനെ ഒരാൾ പോയാൽ എന്തായിരിക്കും
എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യന്റെ വികാര വിചാരങ്ങളുടെ കൂമ്പടച്ച് ഒരാൾ ജീവിതം നയിച്ചാൽ മനുഷ്യരിൽ നിന്നും ലഭിക്കേണ്ട അനിവാര്യമായ നേട്ടങ്ങൾ ഭൂമിക്ക് ലഭിക്കാതെ വരും. ഐ റിപ്പീറ്റ്, മനുഷ്യ വികാര വിചാരങ്ങളുടെ കൂമ്പടച്ച് ജീവിതം ഒരാൾ നയിച്ചാൽ മനുഷ്യരിൽ നിന്നും ലഭിക്കേണ്ട അനിവാര്യമായ നേട്ടങ്ങൾ ഭൂമിക്ക് ലഭിക്കാതെ വരും. ഭൂമിയിലെ ഓരോ മനുഷ്യനും ഡിസിപ്ലിൻഡ് ആയി ജീവിക്കുക എന്നത് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. എന്നോട് അടുക്കുന്നവരൊക്കെ ഡിസിപ്ലിൻഡ് ആവണം. അയാൾ ഡിസിപ്ലിൻഡ് ആവണമെങ്കിൽ ഒരു കുടുംബ ജീവിതം നയിക്കണം. കുടുംബ ജീവിതം നയിക്കാത്തവന് ഒരിക്കലും ജീവിതത്തിൽ അടുക്കും ചിട്ടയും മര്യാദയും അവൻ പഠിക്കില്ല. കാരണം അവൻ ഒന്നിനെ കുറിച്ചും ബോധർ ചെയ്യേണ്ടതില്ല. മനുഷ്യർ പരസ്പരം സ്നേഹിക്കണമെങ്കിൽ, സ്നേഹം എന്താണെന്ന് അറിയണമെങ്കിൽ അവന് കുടുംബ ജീവിതം നയിക്കണം. മക്കളില്ലാത്ത നമ്മുടെ സഹോദര സമുദായത്തിലെ സമർപ്പിത ജീവിതം നയിക്കുന്ന ക്രിസ്ത്യാനികളിലെ ഒരു സിസ്റ്റർഹുഡിനെ കുറിച്ച് നമുക്കറിയാം. അവരുടെ പെരുമാറ്റവും അവരുടെ സ്നേഹക്കുറവും ഒക്കെ ഒരുപാട് റിസർച്ചുകൾ തെളിയിക്കപ്പെട്ടതാണ്. അനുകമ്പ, സ്നേഹമൊന്നും ഇവർക്കറിയാതെ പോകുന്നത് കുടുംബ വ്യവസ്ഥ അവർ നയിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും കുടുംബജീവിതം നയിക്കാതെ തന്നിഷ്ടപ്രകാരം ഒറ്റക്ക് ജീവിച്ചു തുടങ്ങിയാൽ പിന്നെ നമുക്ക് പരസ്പരം കിട്ടേണ്ട ചില നേട്ടങ്ങൾ ഭൂമിക്ക് ലഭിക്കാതെ വരും. മനുഷ്യനിൽ നിന്ന് അത് കിട്ടുകയില്ല എന്നതാണ്. രണ്ടാമത് ഇതിനോട് ചേർത്ത് ഇക്കാലത്ത് പറയേണ്ടത്, മാരിയിങ് ദ സെയിം ജെൻഡർ ഈസ് നോട്ട് എ പെയറിംഗ്. അതൊരിക്കലും പെയറിംഗ് അല്ല. ആണും ആണും കല്യാണം കഴിക്കുക, പെണ്ണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുക എന്ന പുതുപുത്തൻ സങ്കല്പത്തിലേക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള, വളരെ ജനറസ് ആയിട്ടുള്ള, ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള നിയമമായി ലോകം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിനെതിരാണ്. കാര്യം അത് പെയറിംഗ് അല്ല. രണ്ടാമത്തത്, അതോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെരി ലേറ്റ് പെയറിംഗ് ഈസ് നോട്ട് ലോജിക്കൽ. അതെ, വിവാഹം കഴിക്കുക, ഇണയാവുക എന്നത്, വളരെ വൈകിക്കുക എന്നത് ലോജിക്കല്ല അല്ലേ? അങ്ങനെയാ. ശരീരത്തിന്റെ ആഗ്രഹം വല്ലാതെ തീവ്രമാകുന്ന സമയത്താണ് ഒരാൾ വിവാഹം കഴിക്കേണ്ടത്. ആ കാലമെല്ലാം കടന്നു കഴിഞ്ഞ് നമ്മുടെ ഭൗതികമായ ചിന്താഗതികളും ചില വാദങ്ങളും, ജോലിയാവട്ടെ, സെറ്റിലാവണം എന്ന് തുടങ്ങിയ അന്യായങ്ങൾ പറഞ്ഞ് കല്യാണം വൈകിപ്പിച്ചാൽ റിസർച്ച് പറയുന്നത് വളരെ വൈകി കല്യാണം കഴിക്കുന്ന ആളുകൾക്കിടയിലാണ് അവർ വാർദ്ധക്യകാലം വരെ അവരടിയും തല്ലുമാണ്. വൈകി വിവാഹം കഴിച്ചവർ തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നില്ലെന്ന് മാരിറ്റൽ ലൈഫുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ അങ്ങനെയാ പറയുന്നത്. കാരണം സംടൈംസ് അവസാനം അവർ കല്യാണം കഴിക്കുന്നത് റിലേഷൻഷിപ്പ് മേ എസ്റ്റാബ്ലിഷ് ഓൺ നീഡിനെസ് ആൻഡ് നോട്ട് ഓൺ ലവ്. സ്നേഹിക്കാനും വികാരങ്ങൾ പങ്കുവെക്കാനുമില്ല, അനിവാര്യതയിൽ നിന്ന് ഗതികേട് കൊണ്ട് എന്നെ നോക്കാനും എനിക്ക് ചോറ് വിളമ്പാനും ഒരാളിനപ്പുറം അവരൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന. ചിലപ്പോ അങ്ങനെയാ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ഓൺ നീഡിനെസ്, നോട്ട് ഓൺ ലവ്. പെയറിങ്ങിലൂടെ ഇണകളിലാവുന്നതോടുകൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്ന സ്നേഹത്തിന്റെ പുറത്തല്ല അവരങ്ങനെ ഉണ്ടാവുക എന്നത്. ഇനി അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഭാഗമാണ് പെയറിംഗ് ലൈഫ് എന്ന, വിവാഹ ജീവിതം എന്ന. ഖുർആനിന്റെ ഭാഷയിൽ പെയറിംഗ് ലൈഫ്, കപ്ലിംഗ് ലൈഫ് എന്നാണ്. നമ്മൾ അതിനെ മാരിറ്റൽ ലൈഫ് എന്ന് വിളിക്കും അല്ലേ? പക്ഷെ ഖുർആനിന്റെ പ്രയോഗം സുന്ദരമാണ്. ഈ പെയറിംഗ് ആവുക എന്ന ആ അവസ്ഥയേക്കാൾ മനുഷ്യനെ പരീക്ഷിക്കാൻ പറ്റിയ മറ്റൊരു മേഖലയുമില്ല. അപ്പോ അതുകൊണ്ടാണ് നാം പറയുന്നത്, വിവാഹം കഴിക്കുന്ന സമയത്ത് മലക്കുകൾ ഇറങ്ങും എന്നാണ്. അള്ളാഹു ആകാശത്ത് നിന്ന് നോക്കി നിൽക്കുമത്രേ. ഓരോ മനുഷ്യനും വിവാഹം കഴിക്കുമ്പോ പടച്ച തമ്പുരാൻ ആനന്ദം കൊള്ളുമത്രേ. അറിയുമോ നമുക്ക്? ഞാനും നിങ്ങളും നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വിവാഹം കഴിക്കുമ്പോ ഏഴാനാകാശത്തിന്റെ അധികാര ശക്തി
ആനന്ദിക്കുമെന്ന്. അഥവാ അല്ലാഹു മനുഷ്യന് നിശ്ചയിച്ച ഒരു നിയമം അവന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കുമ്പോൾ അല്ലാഹുവിന്റെ സന്തോഷമാണത്. അതുകൊണ്ടാണ് കല്യാണ വേളകൾ ആത്മീയ സദസ്സുകളാണെന്ന് നമ്മൾ പറയാറുള്ളത്. എന്താണ് പെയറിംഗ് എന്നാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കൂടിച്ചേരലല്ല, ശരീരം അടുക്കലല്ല ഈ സൗജ് എന്ന് പറയുന്ന അവസ്ഥ അല്ലേ. മറിച്ചെന്താ, വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ വളർന്ന രണ്ട് വ്യക്തികൾ ജീവിതത്തിന്റെ സിംഹഭാഗവും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്ന കരാറാണത്. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാം അല്ലേ. പെയറിംഗ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങോട്ട് ഇണചേരലല്ല, മറിച്ചതൊരു കരാറാണ്. രണ്ട് ജീവിത വ്യവസ്ഥയിൽ വളരുന്ന ഞങ്ങൾ ജീവിതത്തിന്റെ ഇനിയുള്ള കാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാനുള്ള കരാറാണ് പെയറിംഗ്. രണ്ട്, പരസ്പര ബന്ധത്തിൽ പാലിക്കേണ്ട മാന്യതയും മര്യാദകളെയും കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെന്നും ജീവിതത്തിൽ പാലിക്കുമെന്നുള്ള കരാർ. അത് ചെറുതാണോ? അല്ലേ. മൂന്ന്, പങ്കുവെക്കാത്തതായി ജീവിതത്തിൽ ഒന്നും ഉണ്ടാകില്ലെന്നും നിന്റെ നല്ല വാദിയാകാനെന്നുള്ള ദൈവിക കരാർ. അല്ലേ. ഞാനും നീയും തമ്മിൽ പങ്കുവെക്കാത്തതായി ഒന്നുമില്ലെന്നും നിന്റെ നല്ല വാദിയായി ഞാൻ നിലകൊള്ളാമെന്നുമുള്ള കരാറാണ് പെയറിംഗ്. വലിയ വലുതല്ലേ അത്. കയ്യിലേൽപ്പിച്ച ഇണയെ മരണം വരെ അമാനത്തായി കാത്തു സൂക്ഷിക്കാമെന്ന കടുത്ത കരാർ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാഹുവിൽ നിന്ന് കയ്യിലേൽപ്പിച്ച ഈ ഇണയെ ഉണ്ടല്ലോ, മരണം വരെ കാത്തു സൂക്ഷിക്കാമെന്ന, അമാനത്തായി ഞാൻ കാത്തു സൂക്ഷിക്കാമെന്ന കരാർ. അതുകൊണ്ട് ഈ കരാർ ലംഘനം അതീവ ഗൗരവമുള്ള പാപമാണ്. പെയറിംഗ് പ്രോമിസ് അല്ലേ. വിവാഹ സമയത്ത് പെയറിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന കരാറിനെ ഖുർആൻ വിശേഷിപ്പിക്കുന്നത് മീസാഖൻ അലീല, എ സ്ട്രോങ് കവനന്റ്. മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റെടുത്ത ഏറ്റവും കടുത്ത കരാർ. ഈ കരാർ ലംഘനം അതീവ ഗൗരവമുള്ള പാപമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. ഇല്ലേ. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ ഇണയോടൊപ്പം ചിലവഴിക്കുമ്പോഴാണ്, തൻ്റെ ഇണയോടൊപ്പം ചേരുമ്പോഴാണ് ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടത്. കുടുംബം എന്ന് പറയുമ്പോ നമ്മൾ പ്രസംഗത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണെന്ന്. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൂടുമ്പോൾ ഭൂകമ്പമാണ് ഉണ്ടാകുന്നത്. അത് പെയറിംഗ് വ്യവസ്ഥക്കെതിരാണ്. കൂടുമ്പോൾ ഇമ്പമുണ്ടാകേണ്ടതിന് പകരം ഭൂകമ്പമാണ് നമ്മുടെ വീടുകളിൽ നടക്കുന്നത്. ജീവിതത്തിന്റെ അസ്വസ്ഥതകൾക്കും പൊറുതികേടുകൾക്കും തണൽ വിരിക്കണം എന്റെ ഇണയുടെ സാന്നിധ്യം. അതിനാ കയ്യിൽ തന്നത്. ജീവിതത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ കയറി വരുന്ന നമ്മുടെയൊക്കെ അസ്വസ്ഥതകൾക്കും പൊറുതികേടുകൾക്കും തണൽ വിരിക്കണം ഇണയുടെ സാന്നിധ്യം. ഇന്നലെ 62 വയസ്സായ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ജീവിതത്തിലെ സിംഹമായ ഭാഗം മുഴുവൻ മക്കൾക്കും ഇണക്കും വേണ്ടി ചിലവഴിച്ചിട്ട് ഇപ്പൊ എനിക്കവിടെ നിൽക്കാതെ വന്നിരിക്കുന്നു. പടച്ചവനെ, എന്റെ സാന്നിധ്യം ഈ കുടുംബത്തിൽ അവർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുവെങ്കിൽ നിനക്ക് എന്നെ തിരിച്ചെടുത്തൂടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതിൽ കുഴപ്പമുണ്ടോ എന്നാണ് മൂപ്പര് ചോദിച്ചത്. മക്കളൊക്കെ വളർന്ന് അവസാനം ഭാര്യയോടൊപ്പം രാജാവിനെ പോലെ കഴിയേണ്ടതിന് പകരം അവർ വഴക്കിടുമ്പോ എന്റെ സാന്നിധ്യം ഈ കുടുംബത്തിൽ ഇവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുവെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാമോ എന്നാണ് മൂപ്പരുടെ സംശയം. നേരെ തിരിച്ചാണ് ഇസ്ലാം പെയറിംഗ് വെച്ചത്. ജീവിതത്തിലേക്ക് കയറി വരുന്ന അസ്വസ്ഥതകൾക്കും പൊറുതികേടുകൾക്കും തണൽ വിരിക്കണം എന്റെ ഇണയുടെ സാന്നിധ്യം.
ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും കാവൽക്കാരാണവർ. അല്ലേ? കാവൽ നിൽക്കണം, പരസ്പരം ശരീരത്തിന് കാവൽ നിൽക്കണം, തന്റെ ഇണയുടെ മനസ്സിന് കാവൽ നിൽക്കണം, മനസ്സിന് പ്രയാസമുണ്ടാക്കാതെ ആത്മാവിന് കാവൽ നിൽക്കണം. ആ ആത്മാവിനെ നരകത്തിന് വിട്ടുകൊടുക്കരുത്. സ്വർഗത്തിലേക്ക് അവളെ കൈകൂട്ടിക്കൊണ്ടുപോകാൻ ബി ദ ഗാർഡിയൻ, ബി ദ സെക്യൂരിറ്റി ഓഫ് ഹെവൻസ്. സ്വർഗത്തിന്റെ കാവൽക്കാരാവണം. പരസ്പരം അങ്ങനെയാ. മറ്റൊരാൾക്കായി ജീവിക്കാൻ അത്ഭുതകരമായ മാറ്റങ്ങൾ നമ്മളിൽ ആവശ്യമാണ്. മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കണം. എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്, അല്ലേ? എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കുമ്പോഴാ മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം. അപ്പോഴേ അത് ശരിയാവുകയുള്ളൂ. നമ്മൾ സ്വന്തം ജീവിതം നന്നാവണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. എപ്പോഴാ നന്നാവണം? എപ്പോഴാണ് അത് ഹാപ്പി ആവുക? ഇണയുമൊത്തുള്ള ജീവിതം സന്തോഷകരമാകുന്നത് ഇന്നലെ ലഭിക്കാത്ത ഒന്ന് എനിക്ക് ഇന്ന് ലഭിക്കുമ്പോഴാണ്, അല്ലേ? ഇന്നലെ ലഭിക്കാത്ത ഒരു സൗഭാഗ്യവും സൗന്ദര്യവും ഇന്നെനിക്ക് ലഭിക്കുമ്പോൾ എന്റെ ഇന്നത്തെ ജീവിതം സൗന്ദര്യമുണ്ട് എന്ന് പറയാൻ പറ്റും. അതുണ്ടാകുന്നത് എപ്പോഴാ? ഇന്നലെ ഞാൻ ചെയ്യാത്ത ഒന്ന് ഇന്ന് ഞാൻ ചെയ്യുമ്പോ. അതെ, എന്റെ ഇണക്ക് വേണ്ടി ഇന്നലെ ഞാൻ ചെയ്യാത്ത ഒന്ന് ഇന്ന് ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നത്. എനിക്ക് വേണ്ടി ജീവിക്കണം എന്നൊരാൾ ആഗ്രഹിച്ചാൽ പിന്നീട് ഭയങ്കര കുഴപ്പമാണ്. പിന്നെ ഇണ ചെയ്തു വെക്കുന്നത് എല്ലാം കുഴപ്പമായിരിക്കും. ജീവിതത്തിൽ പാലിക്കുന്ന വ്യവസ്ഥാപിതത്വത്തിന്റെ സുഖം നമ്മൾ ആസ്വദിക്കണം. ഇണയോടൊപ്പം ഉണ്ടാകുമ്പോഴാണ് ഒരു വ്യവസ്ഥാപിതത്വം ഉണ്ടാകുന്നത്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതും ആസ്വദിക്കുന്നതും സ്നേഹമെന്ന വികാരമാണ്. അത് ആവോളം ഉണ്ടാവണം. അതിനേക്കാൾ വലിയ ഒരു സാധനം വേറെ ഇല്ലല്ലോ. കാലം ചെല്ലുമ്പോൾ ശരീരത്തിനും മനസ്സിനും അപ്പുറം ഒരാത്മീയതയിലേക്ക് ബന്ധം വളരണം. ഓരോ പ്രായത്തിലും ഓരോ മുഖമാണ് അതിന്. അതെ, വയസ്സാവുമ്പോ വഴക്കൂടല്ല ചെയ്യേണ്ടത്, മറിച്ച് സ്നേഹം കൂടാ ചെയ്യേണ്ടത്. രണ്ടുപേർക്കും, പ്രത്യേകിച്ച് ഒന്നിനും കഴിയാതെ ശരീരത്തിന്റെ ഓരോ കഴിവുകളും അല്ലാഹു പിൻവലിച്ച് രണ്ടുപേരും ഒരു ബെഡിലാകുമ്പോൾ ഒരു സ്നേഹമുണ്ട്. എന്താ സ്നേഹം? പരസ്പരം പറയാ, ഞാൻ ഇത്രയൊന്നും ക്വാളിറ്റി ഇല്ലാതെ നിങ്ങൾ എന്നെ ജീവിതത്തിൽ സഹിച്ചില്ലേ, അപ്പോഴും സ്നേഹം വരാണ്ട്. അങ്ങനെ രണ്ടുപേരും പരസ്പരം വിചാരിക്കാണ്, നിങ്ങൾ എന്നെ കുറെ സഹിച്ചില്ലേ, എനിക്ക് അത്രയൊന്നും, നിങ്ങൾ ആഗ്രഹിച്ച ഇണയിലേക്ക്, ആ അവസ്ഥയിലേക്ക് ഞാൻ ഇത്രയൊന്നും ഉയർന്നിട്ടില്ലല്ലോ. അങ്ങനെ പറയുമ്പോ ഒരു സ്നേഹം വരാനുണ്ട്, അല്ലേ? ഇത് തല്ലോട് തല്ലാണ്. 2 റൂമിലാണ് വയസ്സായവരൊക്കെ കിടക്കുന്നത്. നിങ്ങളല്ലട്ടോ പറയുന്നത്, പുറത്തുള്ള ആൾക്കാരെയാണ്. പരസ്പരം ഇങ്ങനെ മിണ്ടാതെയാണ് അവർ കിടക്കുന്നത്. വയസ്സാകും തോറും ഒരാത്മീയമായ സ്നേഹത്തിലേക്ക് അത് വളരണം. ഓരോ പ്രായത്തിലും ഓരോ മുഖമാണ് അതിന്. ചെറുപ്പത്തിൽ കുട്ടികളാകുന്നതിന് മുമ്പ് പേരെങ്കിൽ ഒരു സുഖമുണ്ട്. മക്കളായതിനു ശേഷം എന്തോ ഒരു സുഖമാണ് അതിന്. അത് കഴിഞ്ഞ് മക്കളെ കെട്ടിച്ചയച്ചിട്ട് നമ്മൾ ഒറ്റക്കാകുമ്പോ ഒരു സുഖം. ജീവിതത്തിന്റെ അവസാന കാലം പരസ്പരം താങ്ങും തണലുമായി കഴിയുന്ന കാലം. ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടേസ്റ്റ് ഓഫ് പെയറിംഗ്. ഒരുമിച്ച് ജീവിക്കുന്നതിന്റെ വ്യത്യസ്തമായ സുഖഭാവങ്ങളാണത്. ആസ്വദിക്കണ്ടേ അതെല്ലാം. അത് നമുക്കാക്കാനുള്ളതാണ്. ആ ആസ്വാദനത്തിന്റെ പരമമായ അവസ്ഥയിലെത്തുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും അത്രേ, പടച്ചവനെ, സ്വർഗത്തിലും ഈ ഇണയെ തന്ന് നീ എന്നെ കാത്തുകൊള്ളണമേ എന്നാ. പടച്ചവനെ, അപ്പൊ നമ്മളത് കേൾക്കുമ്പോ വിചാരിക്കും, എന്നാ പിന്നെ നരകത്തിൽ പോകാനുള്ളത്, അല്ലേ? ആകപ്പ പ്രശ്നം നമ്മുടെ ഇണയായിരുന്നു. അങ്ങനെയല്ല, മറിച്ച് അല്ലാഹുവോട് പ്രാർത്ഥിക്കാൻ കഴിയണം, പടച്ചവനെ, നാളെ പരലോകത്ത് സ്വർഗം പുലരുമ്പോ എനിക്ക് അനുവദിച്ച കൊട്ടാരത്തിൽ എന്റെ രാജ്ഞിയായി എന്റെ ഇണയെ തന്നെ നീ തന്നേക്കണം കേട്ടോ എന്ന്. അവിടെ വരുമ്പോ മാറിക്കും, ആളൊക്കെ മാറി ഉണ്ടാവും, നല്ല സൗന്ദര്യം ഉണ്ടാവും, നല്ല സ്വഭാവം ഉണ്ടാവും, നമ്മളടുത്ത് വഴക്കിടാൻ വരില്ല, ഒരു പുതിയ ആളാക്കാരം. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പ്രാർത്ഥിക്കാം, എനിക്ക് ഈ ഇണയെ തന്നെ നീ നൽകണമേ എന്നാണ്. ഇനിയോ, ഇനി വഖലഖനാകും അസ്വാജാ, നിങ്ങളെ ഇണകളായിട്ട് ഒരു സൗന്ദര്യമുള്ള അവസ്ഥയിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ തന്നെ നിങ്ങൾ ആവണം എന്ന് പറയാം, അല്ലേ?
കലഹിക്കും വഴക്കൊന്നും ഉണ്ടാക്കരുത് എന്നല്ല പറഞ്ഞ. അപ്പൊ നമ്മള് മലക്കുകളാവും. തീരെ വഴക്കുണ്ടാക്കാതിരുന്ന ഞാനും നിങ്ങളൊക്കെ മലക്കാവും. നമ്മൾ മനുഷ്യന്മാരാണ്. പക്ഷേ കലഹിക്കുന്നതും ഒരു കലയാണ്. അതിനുമുണ്ട് ചില മര്യാദകൾ. പേരിങ് നന്നായി പോവണമെങ്കിൽ കലഹിക്കണം, വഴക്ക് കൂടണം. പക്ഷേ അതിനുമുണ്ട്, അതൊരു കലയാണ്, അല്ലേ? അതൊരു കലയാണ്. കലഹിക്കുന്നത് ഇറ്റ്സ് ആൻ ആർട്ട് ആൻഡ് എ സയൻസ്. അതൊരു ശാസ്ത്രവുമാണ്. അതിനുമുണ്ട് ചില മര്യാദകൾ. എന്താ അത്? അഭിപ്രായ ഭിന്നതകൾ മൂടിവെക്കുമ്പോഴും ദേഷ്യമടക്കുമ്പോഴും നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും. മറിച്ച് വിയോജിപ്പും വിദ്വേഷവും അപ്പോൾ വഴക്കിട്ട് തീർക്കണം. ഇതിങ്ങനെ കൊണ്ടു നടക്കരുത്, അല്ലേ? ഭർത്താവിനോടും ഭാര്യക്കൊക്കെ വിയോജിപ്പുണ്ടാവും, അത് പറയില്ല. അതിങ്ങനെ ഉള്ളിൽ തിങ്ങി വിങ്ങി നടക്കുകയാണ്. അപ്പൊ കാണുമ്പോഴൊക്കെ അടിയിൽ നിന്ന് കയറും ദേഷ്യം. ഒന്നും പറഞ്ഞു തീർക്കണ്ടേ? അപ്പൊ അതൊക്കെ പറഞ്ഞു തീർക്കണം. തീർക്കാതെ ഉള്ളിൽ ഒതുക്കി നമ്മളൊന്നും നടക്കരുത്. ദാമ്പത്യത്തിലെ പിണക്കങ്ങൾ ഒരിക്കലും ഗുരുതരമാകരുത്. അത് ഗുരുതരമാകരുത്. എങ്ങനെയാ ഗുരുതരമാവുക? മക്കളൊക്കെ ആയിട്ട് മക്കളെ മുന്നിൽ നിന്ന് നമ്മൾ വഴക്കിടുമ്പോ ആ മക്കളുടെ മുറിവ് എത്രയാണെന്നറിയോ നിങ്ങള്? അവർക്ക് മെന്റൽ ഇമ്മ്യൂണിറ്റി കാണുമോ? മറിച്ച് മാതാപിതാക്കൾക്ക് തന്റെ മക്കളോട് നിർവഹിക്കുവാനുള്ള കടമകളിലെ ഏറ്റവും കടുത്ത ബാധ്യത, മക്കളെ നിങ്ങളുടെ അമ്മയും വലിയ സ്നേഹത്തിലാണ് എന്നവരെ ബോധ്യപ്പെടുത്തലാണ്. അതിനേക്കാൾ വലിയ ഒരു ഉത്തരവാദിത്വം വേറില്ല. ചോറ് കൊടുക്കലും കഞ്ഞി കൊടുക്കലും കുപ്പായ കൊടുക്കലും ഒക്കെ പിന്നെയാണ്. The greatest responsibility of a spouse is to convince the children that your father and mother, they love each other so deep. ഇത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ നമ്മളൊക്കെ ഉഷാറായി. അപ്പോഴാണ് പടച്ച തമ്പുരാൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം സ്വന്തം ഇണയോടാവരുത്. ഇത് വെറുതെ പറയണല്ലോ കേട്ടോ. ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം സ്വന്തം ഇണയോടാവരുത്. അങ്ങനെയാണ് പകുതിയിലധികം കുടുംബം. ഏറ്റവും വലിയ വെറുപ്പ്, ഏറ്റവും വലിയ വിദ്വേഷം സ്വന്തം കൂടെ ജീവിക്കുന്ന ഇണയോടാവരുത്. എന്നും വഴക്കാണ്. ഒരു ദിവസം വഴക്ക് കൂടിയിട്ടില്ലെങ്കിൽ ഉറക്കം വരാത്ത അവസ്ഥ. വഴക്കിടുമ്പോ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കരുതാവും, അല്ലേ? നിന്നോടുകൂടെയുള്ള ജീവിതം മടുത്തു, ഞാൻ ജീവിതത്തിൽ തിരഞ്ഞെടുത്തതൊന്നും പറ്റിപ്പോയിട്ടില്ല, ഇത് ഒഴിച്ച്, അല്ലേ? നിന്നെ സഹിക്കാൻ മാത്രം എന്ത് പാപമാണാവോ ഞാൻ ചെയ്തത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് തൊലാഖിന് പകരമാണ് കേട്ടോ. ഭാര്യമാർക്ക് തിരിയാത്തത് കൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോകും, അല്ലേ? കാര്യങ്ങൾ അറിയുന്ന ഭാര്യയാണെങ്കിൽ രണ്ടാമത് നമ്മൾ കല്യാണം കഴിക്കേണ്ടി വരും. ഇതാണ് അവസ്ഥ. ഇതെല്ലാം ഈക്വലാണ്. ഈക്വലൻ ടു ഡിവേഴ്സ് എന്ന് പറയുന്നത് ഒരു വർത്തമാനമാണ്. ഒരു വർത്തമാനമാണ് നമ്മുടെ വിവാഹമോചനത്തിന് കാരണമാകുന്നത്. അതിനോട് ഈക്വലന്റ് ആയതാണ് ഈ സാധനങ്ങളെല്ലാം. അങ്ങനെയൊന്നും പറഞ്ഞു പോകരുത്. ഒന്നിൽ തുടങ്ങി 1000 കാര്യങ്ങൾ പറഞ്ഞ് കണക്ക് പറയരുത്. ഒരു കാര്യത്തിനാണ് വഴക്കിട്ടത്, പക്ഷേ പറഞ്ഞു തുടങ്ങിയപ്പോ 100 കാരണങ്ങൾ നിരത്തും. പെണ്ണിന്റെ വാപ്പ തൊട്ടിട്ട് വിസാനം വരെ എന്ന് വഴക്കിട്ടാലും നമ്മൾ എണ്ണി പറയുന്ന ഒരു 10 കാരണം ഉണ്ടാവും. ഇത് ചെയ്യാൻ പാടില്ല, ഇത് കേട്ട് കേട്ട് മടുത്തിട്ടുണ്ടാകും. ഒന്നിൽ തുടങ്ങി 1000 കാര്യങ്ങൾ വെച്ച് കണക്ക് പറഞ്ഞേക്കരുത്. ഒരു കാര്യത്തിന് ഒരു വഴക്ക് എന്ന നിബന്ധന പാലിക്കണം. ഒരു കാര്യത്തിൽ നമ്മൾ വഴക്കൂടിക്കഴിഞ്ഞാൽ ആ കാര്യത്തിൽ മാത്രമേ വഴക്കൂടാവൂ. ഒരു തവണ വഴക്കൂടാവും. ഇതെന്നും അതിനെക്കുറിച്ച് വഴക്കൂടെ എന്ത് ചെയ്യും? പറ്റൂല. അതൊക്കെ ഒരാളുടെ വ്യക്തിത്വ ഗുണവുമായി ബന്ധപ്പെട്ടിരിക്കും. അത് മാറ്റാൻ പറ്റില്ല ചിലപ്പോ. അപ്പൊ അതിന്റെ പേരിൽ എപ്പോഴും ഇങ്ങനെ നമ്മൾ വഴക്കിടാൻ പോകരുത്. വഴക്ക് 48 മണിക്കൂറിലധികം നീണ്ടു നിൽക്കരുത്. നീണ്ടു നിന്നാൽ അതിന്റെ അടിയിൽ മരണപ്പെട്ടാൽ സ്വർഗത്തിൽ പോകാൻ പറ്റൂല. അങ്ങനെയാ. 3 ദിവസത്തിൽ കൂടുതൽ 2 പേര് പിണങ്ങി നിന്നിട്ട് മരിച്ചാല്, പിണക്കം തീർക്കാതെ പോയാല് സ്വർഗത്തിൽ ഇടം കിട്ടൂല. ആകപ്പം നമ്മൾ പണിയെടുക്കണം അതിനു വേണ്ടിയിട്ടാണല്ലോ. അത് കൈവിട്ടു പോകും എന്നർത്ഥം. വഴക്ക് തീർത്ത് മാത്രമേ അന്നുറങ്ങാവൂ. കാരണം വഴക്കടിച്ച് കിടന്നുറങ്ങിയ ഇണകളുടെ പേര് നേരം വെളുക്കുന്നത് വരെ അവരുടെ ദേഹത്ത് നിൽക്കുന്ന മലക്കുകൾ നമുക്ക് വേണ്ടി ശാപപ്രാർത്ഥന നടത്തും.
പടച്ചോനെ, ശപിക്കുക എന്നുള്ള സാധനം നമുക്കൊക്കെ പേടിയല്ലേ? മലക്കൾ നമ്മളെ ശപിച്ചോണ്ടിരിക്കും, പിണക്കായിട്ട് അല്ലേ? അത് തീരാതെ നമ്മൾ വലിയ സുഖത്തിൽ ഇങ്ങനെ ഉറങ്ങാണ്. നമ്മളെങ്ങാനും മലക്കുകളുടെ പ്രാർത്ഥനയുടെ വാക്കുകൾ കേട്ടാല് അല്ലേ, നമുക്കത് കേൾക്കാനുള്ള ഒരു ഇന്നറിയർ, ഒരാത്മീയ ചെവി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ തീർന്നു പോകും. അത്രക്ക് വലിയ വർത്തമാനമാണ് അത്രേ നമുക്കെതിരെ അവർ പ്രാർത്ഥിക്കുക. അപ്പൊ വഴക്കുണ്ടാവരുത്. വഴക്കിനിടക്ക് മറ്റുള്ളവരെയും കുടുംബാംഗങ്ങളെയും വലിച്ചിഴക്കരുത്. വെറുതെ പാപം വരുത്തരുത്. ഇണയോടായിരിക്കും വഴക്ക്, പക്ഷേ വഴക്ക് പിന്നെ കൂടിക്കൂടി അവസാനം മരിച്ചു കിടക്കണ, കബറി കിടക്കണ മനുഷ്യനെ വരെ വലിച്ചോണ്ട് വരും. ഡ്രാഗിങ് ദ മയ്യിത്ത്, മയ്യിത്തിനെ വീണ്ടും വലിച്ചൊടിച്ചോണ്ട് പോവാണ്, എന്റെ അങ്ങനെ എങ്ങനെയെന്നും പറഞ്ഞിട്ട്. ഇതൊക്കെ വെറുതെ പറയണതല്ല അല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോ നമുക്കൊക്കെ ഉള്ളിലൊരു ചെറിയ പ്രയാസമൊക്കെ ചിലപ്പോ തോന്നും, ഇങ്ങനെയൊക്കെ അല്ലേ എന്നുള്ളത്. അപ്പൊ എന്തോ വേണം? ദാമ്പത്തിക സുസ്ഥിരതക്ക് വേണ്ടത് അഗാധമായ സൗഹൃദമാണ്. ഭാര്യ ഭർത്താവ് എന്ന തരത്തിലുള്ള പദവികൾ വലിച്ചെറിഞ്ഞേക്കണം. ഞാൻ നിന്റെ ഭർത്താവാണ്, നീ പറഞ്ഞതാണ് കേൾക്കണം. ഞാൻ വേറെ ആരുമല്ല, നിങ്ങളെ ഭാര്യയാണ് എന്ന് ഇപ്പുറത്തും പറയും അല്ലേ? ആ ഒരു പൊസിഷനാണ് പ്രശ്നം. മറിച്ച് സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിലോ അത് ഈക്വലായി നിൽക്കും. സൗഹൃദത്തിന്റെ കുറവ് നമ്മളിൽ പലപ്പോഴും ഉണ്ട്. ഇനി പെയറിംഗ് നടത്തുന്നത്, ഇതൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ ചോദിക്കുകയാണ്. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അസ്വസ്ഥതകൾ കേറിക്കൂടി എന്ന ഒറ്റക്കിരുന്ന് ആലോചിക്കുമ്പോൾ തോന്നും, ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു ജീവിതമല്ലല്ലോ റബ്ബേ ഞാൻ പ്രതീക്ഷിച്ചത് അല്ലേ? ഒരു സർഗാത്മകമായ ഒരു പെയറിംഗ് ലൈഫ്, നല്ല സുഗന്ധമുള്ള സൗന്ദര്യമുള്ള ഒരു നല്ല അവസ്ഥയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല കിട്ടിയത്. ഇതിന്റെ റീസണും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പടച്ച തമ്പുരാൻ ആകെ ഒരു കർമ്മത്തിന് മാത്രമേ കണ്ടീഷൻ വെച്ചിട്ടുള്ളൂ, ഒരു റൈച്വൽ വെച്ചിട്ടുള്ളൂ അല്ലേ? ഒരേ ഒരു നമ്മുടെ ജീവിതത്തിൽ നാം ഒന്നിനും പടച്ച തമ്പുരാൻ ഒരു കർമ്മം വെച്ചിട്ടില്ല. ജനിക്കുമ്പോ നമുക്ക് പ്രത്യേകിച്ച് കർമ്മമില്ല. പിന്നെ ജീവിതത്തിന്റെ മുഴുനീള അവസ്ഥയിലും ഒന്നിനും ഒരു റൈച്വൽ ഇല്ല. മരിച്ചാൽ പോലും ഇങ്ങനെയാണ്. ഒരു കപ്പ് വെള്ളം കൊണ്ട് ശരീരം മുഴുവൻ ഒന്ന് വെള്ളമൊഴിച്ച്, കഴുക പോലും വേണ്ട, വെറുതെ ഒന്ന് വെള്ളമൊഴിച്ച് ഒരു കഷ്ണം തുണിയും പൊതിഞ്ഞ് കൊണ്ടുവച്ചാൽ വരെ അത് തീരും. അതിനും ഒരു റൈച്വൽ വെച്ചിട്ടില്ല. മറിച്ച് ചില കണ്ടീഷനും ചില നിർബന്ധ ബാധ്യതകളും ആകെ വെച്ചിട്ടുള്ളത് പെയറിങ്ങിന് മാത്രമാണ്. അതിന് മാത്രമേ കണ്ടീഷൻ വെച്ചിട്ടുള്ളൂ. അതിന് മാത്രമേ പടച്ച തമ്പുരാൻ അല്ലേ ഒരു കർമ്മം വെച്ചിട്ടുള്ളൂ. അത് അത്രയും പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ്. എന്താണ് പെയർ സെലക്ഷൻ ക്രൈറ്റീരിയ? ഇത് കൃത്യമായി നമ്മൾ ഇനി മക്കൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം അല്ലേ? നമുക്കിപ്പോ ഇനി എന്തായാലും പറ്റൂലല്ലോ അല്ലേ? അൺഡു ചെയ്യാൻ പറ്റില്ലല്ലോ, കമ്പ്യൂട്ടറൊക്കെ ചെയ്യും പോലെ. എന്നാ ഒന്ന് അൺഡു ചെയ്ത് നോക്കാമായി. ഇത് റിവേഴ്സ് അടിക്കാൻ പറ്റുകയില്ല. ഇനി മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കണം, പടച്ച തമ്പുരാൻ ഭൂമി ലോകത്ത് നമുക്കനുവദിച്ച ബന്ധങ്ങളിൽ, ഹ്യൂമൻ റിലേഷൻസിൽ നമ്മൾ ഇണയല്ലാതെ ബാക്കി എല്ലാം അള്ളാഹു തിരഞ്ഞെടുത്ത് തന്നതാ. നമുക്കതിൽ റോളില്ല. എന്റെ പിതാവിനെ തിരഞ്ഞെടുക്കുന്നതിൽ എനിക്ക് റോളില്ല. എന്റെ ഉമ്മാനെ തിരഞ്ഞെടുത്തതിൽ എനിക്ക് സ്വാതന്ത്ര്യമില്ല. എന്റെ മക്കളെ, ഉമ്മാനെ, ഉപ്പാനെ, മൂത്താപ്പാനെ തുടങ്ങി യാതൊരു ബന്ധവും എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റൂല. മറിച്ച് അള്ളാഹു മനുഷ്യന് പരമമായ ഒരു സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. നിനക്ക് നിന്റെ പേരിനെ തിരഞ്ഞെടുക്കാം. ഹൗ ബ്യൂട്ടിഫുൾ ദ ലോ ഈസ്. എന്റെ ഇണയെ എനിക്ക് തിരഞ്ഞെടുക്കാൻ എന്റെ റബ്ബ് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ഈ സെലക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ജീവിതത്തിന്റെ സുഖങ്ങളും സൗന്ദര്യവും. ഇവിടെ പിഴച്ചാൽ പേരിംഗ് സിസ്റ്റം ആകെ പിഴച്ചു പോകും. അതുകൊണ്ട് അല്ലാഹു നിശ്ചയിച്ച ഈ കണ്ടീഷൻ പാലിക്കണം. ഈ കർമ്മം കൃത്യതയിൽ നിർവഹിക്കണം.
എന്താണ് ആ ക്രൈറ്റീരിയ? പെയറിംഗ് സെലക്ഷൻ ക്രൈറ്റീരിയ എന്താണത്? അത് എല്ലാ കല്യാണ സദസ്സുകളിലും ഇമാമുമാർ ഓർമ്മിപ്പിച്ച് കാണാപ്പാഠം പഠിച്ച സാധനമാണ് അല്ലേ? നിങ്ങൾ പേരിനെ തിരഞ്ഞെടുക്കുമ്പോൾ പേരിന്റെ ഇണയുടെ സമ്പത്ത് നോക്കി കല്യാണം കഴിക്കരുത് അല്ലേ? സമ്പത്ത് നോക്കി കല്യാണം കഴിക്കരുത്. 2, ആൻസിസ്ട്രി, പെണ്ണിന്റെ തറവാട് നോക്കി കല്യാണം കഴിക്കരുത്. 3, പെണ്ണിന്റെ ഭംഗി നോക്കി കല്യാണം കഴിക്കരുത്. ഇത് 3ഉം നോക്കി കല്യാണം കഴിക്കരുത്. പിന്നെ എന്തു നോക്കണം? The religious ideology is the criterion in the pairing. ഇണയാവുക നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ക്രൈറ്റീരിയ എന്നത് റിലീജിയസ് ഐഡിയോളജിയാണ്. ദീൻ ഉണ്ടാവണം എന്നർത്ഥം. എന്നാൽ ദീൻ മാത്രം നോക്കാതെ നമ്മൾ അങ്ങനെ വരാം, അതൊക്കെ പിന്നുണ്ടാവുന്നത്. പിന്നുണ്ടാക്കാൻ പറ്റിയ സാധനമല്ല. ദീന് മാത്രം ഉണ്ടാക്കാൻ പറ്റൂല കൂട്ടരെ. ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കാം. തറവാടിത്തം പൈസ ഉണ്ടായാണ്ടാകും, ഭംഗി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ദീന് മാത്രം ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി ദീൻ മാത്രം നോക്കാതെ സമ്പത്തും സൗന്ദര്യവും തറവാടും നോക്കി കല്യാണം കഴിച്ചാൽ അള്ളാഹു പറഞ്ഞെന്താ? ത്വരിബത്തിയതാക്, അവൻ മൂക്കുകുത്തി നിലംപതിക്കട്ടെ എന്ന. അതിനർത്ഥം അള്ളാഹു ശപിച്ച, പ്രവാചകൻ ശപിച്ച, മലക്കുകൾ ശപിച്ച കല്യാണമാണത്. പെയറിംഗ് ആണ്. പിന്നെ ഒരു സമാധാനവും കിട്ടൂല. അള്ളാഹു ശപിച്ച പിന്നെ നമ്മുടെ അവസ്ഥ പറയാണ്ട കൂട്ടരെ അല്ലേ? അപ്പോ ജീവിതത്തിന്റെ സൗന്ദര്യം നിലനിൽക്കുന്നത് ഈ ഒരു സെലക്ഷനിൽ നമ്മുടെ യുവാക്കൾ കൃത്യത പാലിക്കണം. സമ്പത്ത് നോക്കി കല്യാണം കഴിച്ചവന്റെ വിവാഹം തുലയട്ടെ എന്ന, തറവാട് നോക്കി കേറിയവന്റെ വിവാഹം തുലയട്ടെ എന്ന, ഭംഗി മാത്രം നോക്കി വിവാഹം കഴിച്ചവന്റെ കല്യാണം തുലഞ്ഞു പോകട്ടെ എന്ന അള്ളാന്റെ റസൂലിന്റെ വർത്തമാനമാണ്. അപ്പൊ നമുക്ക് സമാധാനമൊന്നും കിട്ടൂല. ഇതിനർത്ഥം സൗന്ദര്യം നോക്കണ്ട, തറവാട് നോക്കണ്ട, പ്രോപ്പർട്ടി നോക്കണ്ട എന്നല്ല. മറിച്ച് കുഫു വെക്കുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇണയാവുക എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് കോമ്പാറ്റിബിലിറ്റി നോക്കണം. കോമ്പാറ്റിബിൾ ആവണം അല്ലേ? നമ്മളൊരു കമ്പ്യൂട്ടർ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോ അതിനകത്ത് തെറിക്കാത്ത അല്ലേ, ഇങ്ങനെ പൊട്ടിത്തെറിക്കാത്ത 2 സാധനങ്ങളെ മാത്രമേ കോൺഫിഗർ ചെയ്യാവൂ. അതിന് കോമ്പാറ്റിബിലിറ്റി വേണം. അഥവാ വിദ്യാഭ്യാസമുള്ള ഒരാണ് കല്യാണം കഴിക്കുമ്പോൾ വിദ്യാഭ്യാസമുള്ള യുവതിയെ നോക്കണം. അല്ലെങ്കിൽ സംഭവിക്കുന്നത് കോമ്പാറ്റിബിൾ ആവൂല. നമ്മള് ആശയ ആദർശമൊക്കെ പറയും. ഒരു നന്നായി സമ്പത്തില്ലാത്ത ഒരു പെൺകുട്ടിയും നല്ല സമ്പന്നനായ ഒരാളും കല്യാണം കഴിക്കാൻ പോകരുത്. പിന്നെ മരണം വരെ ഒരു സമാധാനം കിട്ടൂല. നന്നായി ഹൃദയവിശാലതയുള്ളവനും ഹൃദയവിശാലത ഇല്ലാത്തവരും തമ്മിൽ കല്യാണം കഴിക്കരുത്. കാരണം ഒരാള് വലിയ ഗൗരവത്തിൽ പറയുന്ന കാര്യം മറ്റൊരാൾക്ക് തമാശയായിരിക്കും. അയാള് തമാശയായി പറയുന്നത് ഇയാൾക്ക് വളരെ ഗൗരവപ്പെട്ടതായിരിക്കും. പിന്നെ വല്ല സമാധാനം ഉണ്ടാവോ? പത്രത്തിൽ നമ്മൾ ചിലപ്പോ പരസ്യം കാണാറുണ്ട്. എന്താണ്? നമ്മളെയൊക്കെ മറ്റിതര സമുദായങ്ങൾ കളിയാക്കൽ അങ്ങനെയാണ്. നിങ്ങളിൽ ജാതീയ വ്യവസ്ഥ നിലനിൽക്കുന്നു. മുസ്ലിങ്ങളിലാണ് ഏറ്റവും വലിയ ജാതി വ്യവസ്ഥയുള്ളത്. അതെങ്ങനെയാ പറയാ? അവര് പറയും, നിങ്ങൾ മാധ്യമം തുറന്നു നോക്ക്. മാധ്യമത്തിൽ ഞായറാഴ്ച വരുന്ന വിവാഹത്തിന്റെ ഒരു ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സലഫി യുവതി, സുന്നി യുവതി, മുജാഹിദ് യുവതി അല്ലേ, ഇങ്ങനെ തുടങ്ങി അവരെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കേണ്ടതുള്ളൂ. അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ഒരു സന്തോഷമുള്ളത് അത് കോമ്പാറ്റിബിൾ ആവാനാണ് അല്ലേ? അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു ചെറിയ രോഗം വരുമ്പോഴേക്കും ഉസ്താദിന്റെ അടുത്ത് പോയി നൂലൂതി ചരട് കെട്ടുന്ന ഒരു പെണ്ണും അത് കാണുമ്പോഴേക്കും ശിർക്കെന്ന് പറഞ്ഞിട്ട് അടിമുടി വരച്ച തല്ലുണ്ടാക്കുന്ന ഭർത്താവും തമ്മില്
കല്യാണം കഴിച്ചാലുള്ള കോലങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു പരിഗണന വെച്ച് അങ്ങനെ ഒരു പരിഗണന അത് നല്ലത് തന്നെയാ. കാരണം കുടുംബം ഒന്നുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് നല്ലതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇനിയുള്ള നമ്മളുടെ മക്കളുടെ അടുത്തെങ്കിലും അള്ളാഹു പറഞ്ഞ ഈ പെയറിങ്ങിലെ കണ്ടീഷൻ നമ്മളൊന്ന് അനുസരിക്കാൻ വേണ്ടി തയ്യാറാവണം. ഇതൊക്കെ ആൺകുട്ടികൾക്ക് പറ്റിയതാട്ടോ. ഇതൊന്നും എനിക്കും ഇങ്ങൾക്കൊന്നും ചിലപ്പോ പറ്റൂലായിരിക്കും. ഇത് ആൺകുട്ടികൾക്ക് ചേർന്നതാ. കോമ്പാറ്റബിൾ ആയി നോക്കി ഇത്തരം പരിഗണനയൊന്നും ഇല്ലാതെ ദീനൊക്കെ നോക്കി കല്യാണം കഴിക്കാന്ന അത് അവർക്കേ പറയൂ. അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. ഇനി അള്ളാഹു നിശ്ചയിച്ച ഇണയാവുക എന്ന അവസ്ഥ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സൗന്ദര്യം നിങ്ങൾ അറിയണം, അതിന്റെ സുഖം നിങ്ങൾ അറിയണം എന്നതിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നതാണ് ആ സുന്ദരമായ വചനം. ഇതുകൂടെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കണം. നല്ല ഒരു പെയർ, നല്ല ഒരു സൗജ് എങ്ങനെ ഇരിക്കും എന്നാണ്. എങ്ങനെ ആവണം, എങ്ങനെയാണ് ഞാനൊരു നല്ല ഇണയാവുക? എത്ര ബുക്ക് വായിച്ചിട്ടും കിട്ടൂല ഈ സാധനം, അല്ലേ? ആര് പറഞ്ഞാലും ഇത് തിരിയൂല. നമ്മുടെ റസൂല് പറഞ്ഞത് കുടുംബത്തിലെ രണ്ട് ഇണകൾ പരസ്പരം ഉപ്പ് പോലെ എന്നാണ്. ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ പറയാറുണ്ട്. ഇപ്പൊ 19 പേരുള്ളത് കൊണ്ട് കുറെ പേര് പുറത്തുനിന്നുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. എനിക്കും ഇങ്ങൾക്കും നല്ല ഇണയാകാൻ പറ്റും, ഉപ്പ് പോലെ ആവണം നമ്മൾ. അതിപ്പോ എന്താ അങ്ങനെ? കുടുംബത്തിൽ നമ്മുടെ ഇണയുടെ അടുത്ത് നമ്മൾ ഉപ്പാണ്. ഉപ്പെന്ന് വിശേഷിപ്പിക്കാൻ കാരണം ഉപ്പിനൊരു 4 ക്വാളിറ്റി ഉണ്ട്, അല്ലേ? നിങ്ങൾ എഴുതി വെച്ചോക്കണം, എന്നിട്ട് ഭാര്യക്ക് കാണിച്ചു കൊടുക്കണം. ഭാര്യ അടുത്തിരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നല്ല മൂഡിൽ ഇരിക്കുമ്പോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, നീ ഉപ്പാവണം കേട്ടോ. തിരിച്ചിങ്ങോട്ടും ഉപദേശിക്കാനോ. എന്താ ഉപ്പാകുക എന്ന് പറയാ? ഉപ്പിന്റെ 4 ക്വാളിറ്റിയിൽ ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് പ്രിസർവിങ് ക്വാളിറ്റിയാണ്. എന്താ പ്രിസർവിങ് ക്വാളിറ്റി? ചീയാതെ അഴുകാതെ കാത്തു സൂക്ഷിക്കുവാനുള്ള ഉപ്പിന്റെ അത്ഭുതകരമായ കരുത്ത്. ഈ മത്സ്യമൊക്കെ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ചീത്തയാകും, അതിന്റെ വയറൊക്കെ പെട്ടെന്ന് പൊട്ടും, അതിന്റെ തലയൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകും. പക്ഷെ ഉപ്പിന്റെ കയ്യിൽ കിട്ടിയാല് അത് പൊതിഞ്ഞിട്ടുണ്ടല്ലോ, അതിന്റെ സത്ത ചോരാതെ എത്ര കാലം വേണമെങ്കിലും ഈ ഉപ്പ് കാത്തു സൂക്ഷിക്കും എന്നാണ്. അപ്പൊ നമുക്കും ആ ക്വാളിറ്റി ഉണ്ടാവണം. നമ്മുടെ ഭാര്യക്കും അല്ലെങ്കിൽ ഭാര്യക്ക് നമ്മളായ ഭർത്താക്കന്മാർക്കും ഒരുപാട് നല്ല ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണം. വീണ്ടും വീണ്ടും ചീത്തയാക്കാൻ നടക്കരുത്. ചീത്തയായ കാര്യങ്ങൾ എല്ലാവരും ഉണ്ടാവും, ആരും പെർഫെക്റ്റ് അല്ല. നോ വൺ ക്യാൻ ബി എ പെർഫെക്റ്റ് പാർട്ട്ണർ, അല്ലേ? നോ വൺ ക്യാൻ സെലക്ട് എ പെർഫെക്റ്റ് പാർട്ട്ണർ. ഇതാണ് അതിന്റെ കാര്യം. ഒരാൾക്കും ഒരു പൂർണ്ണ ഇണയാവാനോ ഒരാൾക്കും ഒരു പൂർണ്ണ ഇണയെ തിരഞ്ഞെടുക്കാനോ ലോകത്ത് അസാധ്യമാണ്, അല്ലെ? ആ പ്രിസർവിങ് ക്വാളിറ്റി വേണം. നമ്മുടെ നല്ല ഗുണങ്ങളെയൊക്കെ അങ്ങനെ ശക്തിപ്പെടുത്തി കൊണ്ടുവരാനുള്ള കഴിവ് നമുക്ക് രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. ഇതുള്ള നല്ല സ്വഭാവമൊക്കെ നശിപ്പിച്ചിട്ട് പൂച്ചയാകെ, കല്യാണം കഴിച്ചപ്പോ പൂച്ചയായിരുന്നു, കല്യാണം കഴിഞ്ഞപ്പോ പുലിയാക്കി, ഇതാണ്ടാവുക. അങ്ങനെ ആവും. അങ്ങനെ ആവരുത്. നല്ല ആ എസൻസിനെ, അതിന്റെ സത്തയോടെ മരിക്കും വരെ കാത്തു സൂക്ഷിക്കാൻ പരസ്പരം കഴിയണം. നല്ല ഗുണങ്ങളെ അത് പടി നിർത്തണം. ഉപ്പിന്റെ രണ്ടാമത്തെ ക്വാളിറ്റിയാണ് ക്ലീൻസിങ് ക്വാളിറ്റി എന്നത്. വിഷത്തെ പുറത്തു കളയാനുള്ള കഴിവ്. എന്റെ കാലിൽ ഒരു മുള്ളു കുത്തിയാൽ ഞാനത് ഉപ്പ് വെള്ളത്തിലിട്ടാൽ ഞാൻ പോലും അറിയാതെ അത് പതുക്കെ എടുത്തിട്ടുണ്ടാവും, വേദനിപ്പിക്കാതെ. എന്നെ പോലും അറിയാതെ എന്റെ ഉള്ളിലെ വിഷത്തെ അത് പുറത്തേക്ക് എടുക്കും. എന്തൊരു നല്ല കഴിവാന്ന് വെച്ചോക്കെ. നമ്മുടെ ഇണകളിൽ കുറെ എന്തുണ്ട്, മോശപ്പെട്ട, ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില ദുശ്ശീലങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അത് എടുത്തു കളയുമ്പോ വേദനിക്കാൻ പാടില്ല, അല്ലേ? അടിച്ചും തൊഴുതും, അല്ലേ, ഉപദേശിച്ചും തള്ളിയും മുന്തിയും ഒന്നും ഒരാളെയും നന്നാക്കാൻ പറ്റില്ല. മറിച്ച് ഉപ്പിന്റെ ക്വാളിറ്റി വളരെ സയന്റിഫിക്കലായി വേദനിപ്പിക്കാതെ ആ തിന്മകളെ ഇങ്ങനെ ഇങ്ങനെ കളയണം. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്, അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടാണ് അത് നമുക്ക് നിർവഹിക്കാൻ പറ്റും, വളരെ സിമ്പിളായി.
മൂന്നാമത്തതാണ് ഹീലിംഗ് ക്വാളിറ്റി എന്നത്. ഉപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മുറിവുണക്കാനുള്ള കഴിവ്. മുറിവുണക്കാനുള്ള കഴിവ് അത് പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ വേണ്ടത്. ഞാനിങ്ങനെ പുറത്തു പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാല്, എനിക്കൊരുപാട് മുറിവേറ്റിട്ടുണ്ടാവും. സമൂഹത്തിൽ നിന്ന് മുറിവേൽക്കും, ഞാൻ ജോലി ചെയ്യുന്ന ജോലിയിടത്തിൽ നിന്ന് എനിക്ക് ഒരുപാട് മുറിവേൽക്കും, റോട്ടിൽ നിന്ന് മുറിവേൽക്കും, സമൂഹത്തിൽ നിന്ന് മുറിവേൽക്കും. ഇങ്ങനെയൊക്കെ മുറിവേറ്റ് ബ്ലീഡ് ചെയ്ത് ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോ ആ മുറിവിനെ ഉണക്കി തരേണ്ടവൾ ആരാ? എന്റെ ഇണയാണ്, അല്ലേ? എന്താണത്? ഞാനിങ്ങനെ ആകെ വിഷമിച്ച വീട്ടിന്റെ ഉള്ളിലേക്ക് എന്റെ ഇണയെ ഒന്ന് കണ്ട് അവളുടെ അടുത്ത് ഇതൊക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് വേദന തീർക്കാം, എന്റെ മുറിവുണക്കാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വരാൻ, അല്ലേ? അവ രണ്ട് രീതിയിൽ ഇതിനെ ഭാര്യക്ക് സമീപിക്കാം. ഭാര്യക്ക് എന്ത് പറയാം? ഭാര്യക്ക് പറയാം, നിങ്ങൾക്ക് എന്തോ ഒരു വിഷമം ഉണ്ടല്ലോ, അതൊക്കെ മാറി കിട്ടുമെന്നേ, ഞാൻ അല്ലാന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ, എല്ലാം ശരിയാവും. എന്തൊരു സുഖം ഉണ്ടാവും അതിന്. അതേ സ്ഥാനത്ത് മറ്റൊരു രീതിയിൽ ഇതിനെ എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ എന്തായി മോന്തയും കനിപ്പിച്ചു വന്നിരിക്കുന്നത്? ഇടക്കിടക്കാണ് ആ മോന്തയും കനിപ്പിച്ചു വരണോ, അല്ലെ? കടന്നൽ കുത്തിയ പോലെ, അല്ലെങ്കിൽ തേനീച്ച കുത്തിയ പോലെ. ഇങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? അല്ല, മറിച്ച് ഒരു ഹീലിംഗ് ക്വാളിറ്റി, മുറിവുണക്കുന്ന ഒരു സ്വഭാവ വിശേഷം അവർക്കുണ്ടാവണം. നാലാമത്തതാണ് പ്ലീസിങ് ക്വാളിറ്റി എന്നത്. എന്താ പ്ലീസിങ് ക്വാളിറ്റി? പ്ലീസിങ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഉപ്പിന്റെ പ്ലീസിങ് ക്വാളിറ്റി അറിയാം. നമ്മളൊരു കറി വെച്ചു, കറിക്കകത്ത് എല്ലാ ചേരുവയും ചേർത്തു, ആവശ്യത്തിലധികമാണ് ചേർത്തത്, പക്ഷെ അതിൽ ഉപ്പില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? ഉപ്പില്ലെങ്കിൽ ആ സാധനം ഒന്നും കൊള്ളൂല. എന്റെ ജീവിതത്തിലെ ഏറ്റവും സുഖകരമായ അവസ്ഥ എന്റെ ഇണ ഉണ്ടാവുമ്പോഴാണ്. ഒരല്പനേരം അവൾ ഇല്ലാണ്ടായാൽ, ഒരു മണിക്കൂർ എന്റെ ഇണ അല്പം മാറി നിന്നാൽ, ദ ആബ്സെൻസ് ഈസ് ഫെൽറ്റ്. ആ ആബ്സെൻസ് ഉണ്ടല്ലോ, വല്ലാതെ വിഷമം ഉണ്ടാക്കണം, അല്ലെ? കുടുംബത്തിലെ ഏറ്റവും സൗന്ദര്യം നൽകുന്ന, ഏറ്റവും സുഖം നൽകുന്ന ഒരു പ്ലീസിങ് എലമെന്റായി നമ്മൾ ഇണക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടണം. അപ്പോഴാണ് ഈ ആയത്തിന് ജീവൻ ഉണ്ടാവുക. അല്ലാതെ ഖുർആനിന്റെ തഫ്സീർ എടുത്തിട്ട് നിങ്ങളെ ഞാൻ ഇണകളാക്കിയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെയൊന്ന് പറഞ്ഞു വെച്ചു എന്ന് വിചാരിച്ചു, ഇത്ര മാത്രമേ പറഞ്ഞു വെച്ചുള്ളൂ, അതിലെന്തിരിക്കണോ അങ്ങനെ തന്നെ ഞാനും എന്താണ് ഇങ്ങനെ പോവും. ഖുർആൻ ആയത്തുകൾ ഒരിക്കലും വെറുതെ പറഞ്ഞു വെക്കാനുള്ള തത്വശാസ്ത്രങ്ങളല്ല, അത് പ്രാക്ടിക്കലാക്കാനാണ് ഓരോ ആയത്തും. അപ്പൊ ഈ ആയത്തിന് വഖലഖനാകും അസ്വാജ എന്ന ഈ തിയറിയെ, ഇതൊരു തിയറിയാണ്, അല്ലാഹ് ഹാസ് ക്രിയേറ്റഡ് ഹ്യൂമൻ ഇൻ പ്രെയർ എന്ന് പറയുന്ന ഈ തിയറിയെ ജീവിതത്തിലേക്ക് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പ്രാക്ടീസ്, അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഭൂമിയിൽ തന്നെ, കുടുംബത്തിൽ തന്നെ ഒരു സ്വർഗമുണ്ടാക്കാൻ നമുക്കേവർക്കും സാധിക്കുക. പടച്ച തമ്പുരാൻ നമ്മൾക്ക് തന്നിട്ടുള്ള ഇണകളാൽ മാനസികമായ സംതൃപ്തി തന്നും ജീവിതത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യവും ഭാഗ്യവും സ്വന്തം ഇണയായി നമ്മുടെ മനസ്സിന് തോന്നിപ്പിക്കുവാൻ അള്ളാഹുവിന്റെ കാരുണ്യം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാവട്ടെ. നമ്മുടെ വീടുകളിൽ നമ്മളാൽ സംരക്ഷണം ഏൽപ്പിക്കപ്പെട്ട ഇണകളിൽ നിന്ന് വല്ല പ്രയാസവും അവർക്ക് അനുഭവപ്പെടുന്നുവെങ്കിൽ പടച്ച തമ്പുരാൻ നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരുത്തി അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എത്ര പ്രയാസമുണ്ട് എന്ന് വിചാരിക്കുന്ന നമ്മുടെ ഇണകളാണെങ്കിൽ പോലും നാളെ പരലോകത്ത് പടച്ച തമ്പുരാൻ ഒരു പുതിയ ക്രമത്തിൽ നമുക്കൊരു പുതിയ ഇണയെ അവൾ തന്നെയായി അല്ലെങ്കിൽ അവൻ തന്നെയായി നൽകുമാറ് ജീവിതത്തിലേക്ക് അവരെ ചേർത്ത് വെക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.